നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ ആദ്യം ഇത് കേട്ടോ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങ് മിടുക്കി തന്നെയാ അഞ്ജലി. എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണമിത്. ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. ഏയ് വിട മോളെ, നിന്നോട് മോനെ കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ. അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവരൊക്കെ ആയിട്ട് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? മോനെ ശരി, വിട്ടേക്ക്. വാ മോനെ, ആ ബാഗ് എടുത്തേക്ക്. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു. നീലിമയോടെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവളും അവളുടെ ആ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഇതൊരു വലിയ പണക്കാരനും വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവള് വളച്ചെടുത്ത ഏതോ പുതിയ ആളാണെന്നാ. പക്ഷേ അവളുടെ ആ പിഴച്ച കൊച്ച് അവനെ അച്ഛാന്നാ വിളിച്ചത്. അതവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നേ. എന്താ പറഞ്ഞേ? ഹസ്ബൻഡോ? ടെൻഷൻ ആവാതെ സുധാകര, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. എങ്ങനെ? നിന്റെ മൂത്ത മകള് ഫോറിനിൽ നിന്ന് വരുമ്പോ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ ചെയ്തത്? എന്നിട്ട് പിന്നെ ചതിക്കാനാണോ പ്ലാൻ? നീ പേടിക്കണ്ട സുധാകര, നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. നീലിമ നിനക്കുള്ളത് തന്നെയാണ്. ഇനി ആ കിളവി നീലിമയുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയൂ. നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും. മോനൊരു കാര്യം ചെയ്യ്, അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി. നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ് അച്ചു വാ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ് 5 വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത്. മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ്. തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത്. മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണ പൊട്ടിയൊഴുകി. നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരു നാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു. മുത്തശ്ശി, ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയെന്ന്? ഹസ്ബൻഡോ? അതേ മുത്തശ്ശി, ആ ചേട്ടനല്ലേ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്? ഹസ്ബൻഡാണോ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്? അതെ മുത്തശ്ശി, അതാ എന്റെ അച്ഛൻ. പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്. കണ്ടില്ലേ, ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല. അത് പോട്ടെ മുത്തശ്ശി, ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി? അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി? ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും. എന്ത് നടക്കുമെന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ വീട്ടിലോട്ട് വാടി. അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും. എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത്. ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്?
താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു. താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ആദി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ? വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ? നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദിയായിരിക്കുമോ? തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ? തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ് മടങ്ങിയെത്തുമോ? മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച ആ രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ? ഇതെല്ലാം അറിയാൻ പോക്കറ്റ് FM ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ. ഡൗൺലോഡ് ദ ആപ്പ് നൗ.